നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയടക്കം ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. കേന്ദ്ര ഏജൻസി അന്വേഷിക്കാമെന്ന് ആവശ്യപ്പെട്ടുള്ള TVK ഹർജിയും കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള TVK ജനറൽ സെക്രട്ടറി ഖുസി ആനന്ദിന്റെ മുൻകൂർ ജാമ്യ ഹർജിയും ഇതിൽപ്പെടും. കേസെടുക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും നിശിതമായി വിമർശിക്കപ്പെടുകയും ചെയ്താൽ അത് വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയാകും. വിജയ്ക്കെതിരെ കേസെടുക്കുകയും സർക്കാരിനെ വിമർശിക്കുകയും ചെയ്താൽ അത് വിജയ്ക്കും സർക്കാരിനും തിരിച്ചടിയാകും. മറ്റു രണ്ട് കേസുകളിലും TVKയുടെ ആവശ്യം തള്ളിയാലും വിജയ്ക്ക് തിരിച്ചടിയാണ്. അതിനിടെ സർക്കാർ വിജയ്ക്കെതിരെ കേസ് ചാർജ് ചെയ്യാത്തതിൽ DMK മുന്നണിക്കകത്ത് അസ്വാരസ്യം പുകയുന്നു. കേസെടുക്കേണ്ട എന്ന തീരുമാനം MK സ്റ്റാലിൻ്റേതാണ് എങ്കിലും അതിൽ സംസ്ഥാന നേതാക്കൾക്കും എതിർപ്പുണ്ട്. മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ VCK പ്രസിഡന്റ് പരസ്യമായി സ്റ്റാലിന്റെ നിലപാടിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നൈ സ്വദേശിയായ PH ദിനേശാണ് ഹർജി നൽകിയത്. രാഷ്ട്രീയ കാരണങ്ങളാൽ കേസെടുക്കുന്നതിൽ നിന്നും വിജയെ ഒഴിവാക്കിയെന്ന് ഹർജിക്കാരൻ പറയുന്നു. ഹർജി ഇന്ന് ജസ്റ്റിസ് N സന്ധ്യൻകുമാർ പരിഗണിക്കും. 7 മണിക്കൂർ ജനക്കൂട്ടം കാത്തുനിന്നത് വിജയ് കാരണമാണ്. ഉച്ചയ്ക്ക് 12-ന് വരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. വിജയ് വെള്ളക്കുപ്പികൾ വലിച്ചെറിഞ്ഞതും അപകടത്തിന് കാരണമായെന്നും ഹർജിക്കാരൻ പറയുന്നു. സംഭവത്തിന് പരിക്കേറ്റവരിൽ ഒരാൾ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിച്ചേക്കും. വിജയ് രാഷ്ട്രീയ പരിപാടികൾ 2 ആഴ്ചക്കാലത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. TVK ജനറൽ സെക്രട്ടറി ആനന്ദിനെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ട് വിജയ്ക്കെതിരെ കേസെടുത്തില്ല എന്ന് VCK പ്രസിഡന്റ് തിരുമാളവൻ. പോലീസ് വിജയ്ക്ക് സംരക്ഷണം നൽകുന്നു. വിജയും DMKയും തമ്മിൽ രഹസ്യബന്ധമുണ്ടോ? BJPയും DMKയും തമ്മിൽ ഒരു ഇടപാടുണ്ടെന്ന് അവർ പറയുന്നത് പോലെ നമുക്ക് ഇത് പറയാൻ സാധിക്കുമോ? തമിഴ്നാട് പോലീസിന്റെ മനോഭാവം നല്ലതല്ല, അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുമാളവന്റെ ആരോപണങ്ങളെ DMK വക്താവ് ഇളങ്കോവൻ തള്ളി. ഒരു ഏകാംഗ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തുകയാണ്. റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ ആരാണ് കുറ്റക്കാരെന്ന് തീരുമാനിക്കാനാകും നടപടിയെടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. 41 മരണമുണ്ടായി. അഞ്ചാം നാൾ വിജയുടെ പനയൂരിലെ വസതിയിൽ ആയുധപൂജ നടന്നുവെന്ന് റിപ്പോർട്ടുകൾ വിവാദമായി. ദുരന്ത സ്ഥലത്തെ വിജയോ മറ്റു നേതാക്കളോ സന്ദർശിക്കുന്നതിന് പകരം ചർച്ചയാണ് ഇപ്പോൾ ചെയ്തത്.